future seemed so bright, then the same turned out so evil. I don't know why I'm still surprised. Even angels have their wicked schemes, and you take that to new extremes. But you're always been my hero, even though you've lost your mind. You're mine. On the first page of our story, the future seemed so bright, then the same turned out so evil. I don't know why I'm still surprised. Even angels have their wicked schemes. Through the raging storms and fears I come, seeking a refuge by your side. All the brokenness and pain I bring, I wanna lay them at your feet. And I'll seek your face in all my ways, for I know I can do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship the Lord our God is my desire, my one desire. Oh, to dwell within your holy place every moment, every day, and to walk beneath your wings of praise, shielded and safe in every way. And I'll seek your face
in all my ways, for I know I can't do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. ഇന്നു മുതൽ ഇവർക്ക് സാധിക്കേണ്ടതാണ്. അതിനുള്ള ആരംഭവും അതിനുള്ള പ്രേരണയും അതിനുള്ള ദൈവകൃപയുമാണ് ഇന്ന് അവരുടെ നിന്ന് പ്രാപിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കുവാനും അവരുടെ ജീവിതത്തിൽ എന്നും പച്ചപിടിച്ച അനുഭവമായി മാറുവാനും നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിവാഹ കൂദാശ സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും ആഘോഷമായ ഒന്നാണ്. കാരണം ഇവിടെയാണ് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കണ്ടെത്തുന്നത്. അത് മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമാണ്. പുരുഷന്റെ ആകർഷണവും പുരുഷന്റെ താല്പര്യവും സ്ത്രീയോട് എന്നതുപോലെ തന്നെ സ്ത്രീയുടെ ആകർഷണവും താല്പര്യവും പുരുഷനോട് തന്നെയാണ്. അത് ആദ്യ മാതാപിതാക്കന്മാരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവര് ഒന്നിച്ചു ചേർന്ന് ഭൂലോകത്തിലെ ഏറ്റവും ആദ്യ കുടുംബം രൂപപ്പെടുത്തിയപ്പോൾ അവിടെ ആരംഭിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു വലിയ ചങ്ങലയില്, ആ വലിയ കൂട്ടായ്മയിലാണ് എല്ലാവരും ഇന്ന് പങ്കുചേർന്നിരിക്കുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ വിവാഹ കൂദാശയുടെ അർത്ഥം എന്താണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ പാട്ടുകളിലൂടെ പാടുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, അവർ വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത ഒരു ശരീരമാകുന്നില്ല, അവിഭാജ്യമായ ഒരു ശരീരബന്ധം, അതിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ, ഭാര്യ ഉപേക്ഷിക്കുവാൻ ന്യായമുണ്ടോ എന്ന് യഹൂദന്മാരുടെ ചോദ്യത്തിനാണ് കർത്താവ് പറയുന്നത്, അവർ രണ്ടല്ല, അവർ ഒന്നാണ്. അപ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന വ്യാഖ്യാനങ്ങൾക്ക് തികച്ചും വ്യത്യസ്തവും അതുപോലെ തന്നെ പുതിയതുമായ ഒരു അർത്ഥമാണ് കർത്താവ് വിവാഹ കൂദാശയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് വിവാഹ കൂദാശയിലൂടെ രണ്ട് വ്യക്തികളായി മാറുകയില്ല, ഒരു ശരീരമായി മാറുകയും ഒരാത്മാവുള്ളവരായി മാറുകയും ഒരു ജീവിതമുള്ളവരായി മാറുകയും ഒരു ലക്ഷ്യമുള്ളവരായി മാറുകയുമാണ്. എല്ലാം ഒന്നായി തീരുകയാണ്. അതാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത്. അതാണ് വിവാഹ കൂദാശയുടെ അർത്ഥം. ഇതെങ്ങനെ സംഭവിക്കും എന്നപ്പോൾ ജെയിംസ് ചിന്തിക്കുന്നുണ്ട്. ഈ രീതിയിൽ ജെയിംസ് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എങ്ങനെയാണ് ഒരു ശരീരമായി മാറുക? വാസ്തവത്തിൽ അതാണ് ഈ വിവാഹ കൂദാശയുടെ രഹസ്യം. അതിന് പിതാക്കന്മാരുടെ മിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇതിന്റെ കൂദാശയിൽ ഗോഡ് സാക്രമെന്റ്സ് ആർ മിസ്റ്റീരിയസ് എന്നാണ്. എല്ലാ കൂദാശകളും രഹസ്യാത്മകമാണ്, പൂർണ്ണമായി രഹസ്യാത്മകമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഈ ജെയിംസിനോട് ചോദിച്ചാൽ, എന്റെ മോനെ എനിക്കറിയില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അവിടെ ശരീരവും മനസ്സും എല്ലാം ഒന്നായി മാറുകയാണ്. എല്ലാം ഒന്നായി മാറുകയാണ്. ഒരു ചിന്തയുള്ള, ഒരു ശരീരമുള്ള, ഒരാത്മാവുള്ള, ഒരു ലക്ഷ്യമുള്ള, ഒരു ജീവിതമുള്ള ആ ഒരു ബന്ധത്തിലേക്ക്, സന്തോഷത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട വധൂവരന്മാർ പ്രവേശിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ കുടുംബജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരേപോലെ പങ്കിടുന്നതും സുഖവും ദുഃഖവും ഒരേപോലെ അനുഭവിക്കുന്നതും അതോടൊപ്പം തന്നെ പരസ്പര വേദനകളെ ഏറ്റെടുക്കുന്നതും പരസ്പരം ബഹുമാനിക്കുന്നതും പരസ്പരം കരുതുന്നതുമായ ഒരു പുതിയ ബന്ധത്തിന്റെ ആരംഭമാണ് ഇന്നിവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ഭാഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കുടുംബജീവിതത്തില് ഇതുപോലെ നമ്മൾ ഈ ആരാധനയിലൂടെ ഒരു ശരീരമാണ്, നിങ്ങൾക്ക് ഒരേ ലക്ഷ്യമാണ്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹത്തിൽ വളരണം എന്നൊക്കെ പറഞ്ഞു വിടുമ്പോഴും ഇതെങ്ങനെയാണ് നിരന്തരമായി സംഭവിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണോ? നിങ്ങൾ രണ്ടുപേരും പള്ളിയുടെ അകത്തേക്ക് കയറി വന്നത് രണ്ട് വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ തിരികെ പോകുന്നത് ഒരു കുടുംബമായിട്ടാണ്, ഒരു ശരീരമായിട്ടാണ്. പിന്നെ അതിങ്ങനെ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കും. അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള അനുഭവമാണ്, നിരന്തരമായി വളരുന്ന ഏറ്റവും മനോഹരമായ അനുഭവമാണ് അത്. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വളരുക? വളർച്ചയുള്ളത് ഒന്നിന് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് വളർച്ചയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, മനസ്സിന് അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ വളർച്ചയുണ്ട്, സമ്പത്തിനും വളർച്ചയുണ്ടാകും. പക്ഷെ കുടുംബജീവിതത്തിന്റെ സന്തോഷം, കുടുംബത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വളർച്ചയാണ്. ദ പ്രോഗ്രഷൻ ഓഫ് ലവ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഘട്ടങ്ങളിലും വളരേണ്ടതാണ്, എന്നും വളരേണ്ടതാണ്. ഇന്നിപ്പോ ഉള്ള സ്നേഹമുണ്ടല്ലോ, ഇതിന്റെ ഇരട്ടി ആയിരിക്കണം നാളെ. അപ്പോ അവസാനം നമ്മൾ ഈ ലോകത്തിൽ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അവർക്ക് തോന്നുന്നത് എന്തൊരു സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിന്റെ വളർച്ച, അതിന്റെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. അപ്പോൾ നിരന്തരമായി വളരുന്ന ഒരു സന്തോഷാനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. സ്നേഹത്തിന്റെ അടിത്തറ, സ്നേഹത്തിന്റെ ആരംഭം, സ്നേഹത്തിന്റെ മാതൃക ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം. മൂന്നാമത് പറയുന്നതാണ്, ക്രിസ്തുവാണ് സ്നേഹത്തിന്റെ മാതൃക. അവൻ തന്നെ തന്നെ നൽകി സകലത്തെയും സകല സൃഷ്ടിയെയും സ്നേഹിച്ചില്ല. നമ്മളെ മറന്ന് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മളെ മറന്ന് സ്നേഹിക്കാൻ, അതിനാണ് സ്നേഹം. ജെംസിനെ മറന്ന് ബിൻസിയെ സ്നേഹിക്കുക, ബിൻസിയെ മറന്ന് ജെംസിനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കാൻ മനസ്സുണ്ടായാൽ തന്നെ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. തീർച്ചയായിട്ടും കർത്താവിന്റെ ആ വലിയ ദിവ്യമായ സ്നേഹം നിങ്ങളിൽ ശക്തമായി നിലനിൽക്കട്ടെ. അതിനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളും തുടർന്നും പ്രാർത്ഥിക്കണം. ഒത്തിരിയധികം ആവേശത്തോടുകൂടി അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടി പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ തട്ടി നീക്കിയാണ് ഈ മക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതൊക്കെ ഒത്തിരി എനിക്കും വ്യക്തിപരമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്നും തകർച്ചയും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരിനിയും വളരെ ശക്തമായി മുന്നോട്ട് പോകും. അതിനുള്ള കരുത്ത് ദൈവനമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ കൂദാശയെ സംബന്ധിക്കുന്ന നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കുടുംബത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ ഈ വിവാഹ കൂദാശയെ സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി ഈ കൂദാശയെ സംബന്ധിക്കുവാനായി വന്നു ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രമുഖരായ പലരും ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി കുടുംബത്തിന് വേണ്ടി സന്തോഷപൂർവ്വം ഈ വിവാഹ കൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹ കൂദാശ അറിയോടൊന്നും വളരെ അച്ചടക്കത്തോടും പ്രാർത്ഥനയോടും കൂടി നിർവഹിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അലക്ഷ്യമായി നിൽക്കുകയോ അതുപോലെ തന്നെ കയറുകയോ ഇറങ്ങുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കണം എന്ന് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും അറിയിക്കുന്നു. Oh
അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളുടെ ഈകളും ദയാത്മാക്കളാൽ ആനന്ദിക്കുമാറാകണമേ. നിങ്ങളുടെ ഉത്തരമായി നിന്റെ നിങ്ങളെ കൂടുതൽ പ്രവർത്തിക്കുകയും അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ മനസാക്ഷിയും ദൃഢമായി തീരും ചെയ്യവേ. ഞങ്ങളുടെ പൂർണ്ണം മണവാട്ടി ദൃഷ്ടയുമായി തീരണം. നിന്റെ പ്രതിപ്പെട്ടിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരെയും കൊണ്ട് ദൃഢമായ സൗഭാഗ്യാവസ്ഥ സൗഭാഗ്യാവസ്ഥ ആത്മാവാദയുടെ നിന്റെ വിശുദ്ധന്മാരെ കൊണ്ട് നിന്റെ വത്സരന്മാരുടെയും ഗണത്തിൽ സ്തോത്രവും വരേറ്റുന്നു. മോഹന്മാരോ Hare
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടകാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ഓശോ ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സന്ധ്യാവുകയും ചെയ്യണമേ എന്നതിനോട് ഞങ്ങൾ
അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമൂഢരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, വിവാഹം സ്വയമായി വന്നിരിക്കുവാൻ കൃപയോടെ നീ സന്നിധിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും മരത്തിലും അഹർണമായി സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിലവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ വേലനിരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലെ കരുണയോടെ ഇവരെ അയക്കുകയും ചെയ്യണമേ. കർത്താവേ, ദ്രോപാകേസിനെതിരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വേഷങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും വിരുമാകുന്നു ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായെയും സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരഫലമണം വീശുവാൻ നീ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഉണ്ടാകണമേ. ആത്മാവിന്റെ ശരീരത്തിലും പരസ്പരത്തിലും സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓ കരുണയാലും ബഹുലമായി കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആമേൻ.
ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവേ ശുചിയായിട്ട് അനുഗ്രഹപൂർണ്ണമായ വർദ്ധനയും അദൃശ്യമായ തികലേക്ക് തീണ്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വാഗ്ദത്തത്തിലുള്ള മോദനത്തെ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധമായും നീ സ്തുതികരയിക്കുകയും ചെയ്യുവാനിടയാകട്ടെ. ഓശോ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മൂലം വർദ്ധിക്കുന്ന ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മുദ്രങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിഭാഗത്താൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആർത്തിരിക്കുകയും മണവാട്ടിയെ ശാശ്വതവും ഭക്ഷ്യവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറെ വെളുപ്പിൽ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുവാനിടയാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചർച്ചയും തന്റെ പ്രതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് പകരുവാൻ ദൈവമായ കർത്താവ് സന്നദ്ധിയാകട്ടെ. സകല കപട സ്നേഹത്തെയും വെറുതെ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാക്കി കൊണ്ട് ഇവിടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സ്വരവിലങ്ങളായ സുശാന്ത പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറെ പരിഭാഗതയാൽ ഇവിടെ മനസ്സാക്ഷി നയിക്കുവാൻ സന്നദ്ധിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലക്കാളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. സന്നദ്ധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളെ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന വിലയിരുന്ന ഭാവികളുമായ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിങ്ങളുടെ സ്ഥിതിവിശ്വാസം ഇവരെ സദാ സ്ഥിരപ്പെടുത്തുമാറാകണമേ. അതിൽ തന്നെ സ്ഥിതി ചെയ്യുവാനും നമ്മുടെ മക്കൾക്കും അതിന് അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അതിന്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീഭായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുവാനിടയാകണമേ.
സാക്ഷ്യത്തിനായിരിക്കുന്ന വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഏറിയായെന്ന് പ്രതിഫലം നൽകട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ജീവനാവും പകരം നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന ദുഷ്ടന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൂടെ നീക്കുമാറാകട്ടെ. ദൈവമേ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലുമിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നതിന്റെ പ്രധാനം ശുദ്ധവും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓ
സംയോജിപ്പിച്ചുകൊള്ളേണമേ.
സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങൾ നിന്റെ സ്നേഹത്തെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുന്നു. ഓശോ തലയും ശരീരത്തിന്റെ രക്ഷിതാവാനും ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു ഭർത്താക്കന്മാരെ വിശദീകരിക്കാൻ വേണ്ടി അന്നത്തിന് സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സമയം വിശദീകരിക്കുന്നതിനായി അവൻ കടങ്ങളെയും പരിശുദ്ധമായിരിക്കുന്നു എന്നാണ്. അതുപോലെ സംശയങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കുന്നതായിരുന്നു. എന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്നതിനാകുമ്പോൾ സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. പിന്നെയോ വിശയാസത്തിന് വേണ്ടി പോഷിപ്പിക്കുന്നു. അതിനുവേണ്ടി
തന്റെ ഭാര്യയോട് അവരിരുവരും ഞാൻ ശരീരമാക്കിയിരിക്കുകയും ഇതിൽ വലിയ രഹസ്യമാണ് മനുഷ്യായി കൊടുക്കുന്നവരുടെ സങ്കല്പിച്ച് വളർന്നു നടന്നു. അപ്പോഴാണ് തന്നെ നിങ്ങളെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയായിട്ട് ഭർത്താവിനെ ആദരിക്കണം. മക്കളെ നിങ്ങൾ ഭർത്താവിനോട് മാതാപിതാക്കന്മാരനുസരിക്കണം. എന്നുള്ള വാർത്താത്തോടുകൂടി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരടുത്ത് എന്ന് ഏത് കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവാണ് വെള്ളമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ഭാര്യയോട് ചേർത്തിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി ചെയ്യുന്ന അവിടുന്ന് കൽപ്പിക്കൂ എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അവനെങ്കിലും മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശമേൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശം നിങ്ങളുടെ ഹൃദയമായിട്ട് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വകാര്യം ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മരാഷണ്യന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണ്യന്മാരാക്കപ്പെട്ടിട്ടവരുണ്ട്, സ്വതരാജ്യം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു.
അണിയിക്കും മകുടം രമ്യം. വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ശക്തിക്കുമെതിരായ ജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി. മണവാട്ടി ശിരസിന്മേൽ കഹനാചൂടിയിടുന്നു. ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. Sweet
പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിയാന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ എന്നെ സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുടെ വലതയുമെന്ന് നിങ്ങളിൽ ആവസിപ്പിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതനോടുകൂടെ ഇരുന്ന് അകൽക്കർശന വഞ്ചനകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുവാനിടയാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീങ്ങിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തര സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം അനുസരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും ആവസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ പേർ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനെയോടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കടനെ പോലെ രണ്ടാമത്താൽ നിങ്ങളുടെ സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധമായി സ്തുതി കരയറ്റാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രദ്ധയില്ലാതെ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ഇനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന സമൃദ്ധിയായി ആവസിക്കട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജനനുമായ വിശുദ്ധകന്യമർത്തമറിയാമെങ്കിൽ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളി. നിങ്ങൾ ഓരോരുവരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പി. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് ഭക്തനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിക്കാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന് പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിന്റെ അടുത്തിൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സുഖസായ ഞങ്ങളുടെ പിതാവേ, ജീവനും വിശുദ്ധമായ കാതുല്യവും സ്നേഹികവുമായ നല്ല സന്തോഷമുള്ള കുടുംബമായ ദൈവമായ പ്രാർത്ഥന അവിടുത്തെ സിംഹാസനത്തിലും നീതിപ്പെടുകയും തീരുമാനമേ. വിവാഹിതരായിരുന്ന പ്രിയപ്പെട്ട മക്കളോടുകൂടി അവരുടെ കുടുംബങ്ങളോടുകൂടി ഇടവകയുടെ സമ്മാനമായി തിരുവചന ഗ്രന്ഥം ആകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർക്ക് തിരുവചനം സമ്മാനിക്കുന്നു.
മഞ്ചാടി മേഘമേ സഞ്ചാരി മേഘമേ കല്യാണമാലകൾ കുന്നോളം വാങ്ങി വാ. കുഞ്ഞോളം തുള്ളുമീ വെള്ളാമ്പൽ പൊയ്കയിൽ ചില്ലോലക്കാറ്റുമായി കണ്ണാടി മഞ്ചലിൽ താനാടുമീ കൺകോണിലെ കിന്നാര പൂങ്കുഴൽ കായോ. ഏതേതോ രാച്ചരാതിൻ്റെ ഓവെണ്ണാളം കൂട്ടുപോരുമ്പോൾ പാൽക്കിനാവിലോയലാടി വാരിളം നിറങ്ങളാടി എത്രയോ ചുരങ്ങൾ താണ്ടി എത്രയോ കയങ്ങൾ നീന്തി അത്ര വേളടുത്തു വന്ന ചെലനിഞ്ഞ മന്ത്രജാലമേ. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം. മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ
get to you through the storm. You go giving up your home, go leaving all you've known. You are not alone. With arms up, stretched into the sky, with eyes like echoes in the night, hiding from the hell that you've been through. Silent one, you go giving up your home, go leaving all you've known. You go giving up your home, go leaving all you've known. You are not go giving up your home, go leaving all you've known. You go giving up your home, go. You are not unknown. You are not alone. You are not unknown. You are not alone. ആ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രിയ മക്കളെ ഈ ദീപം തെളിയിക്കുന്നതിനായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. മായ ജീവിതാനുഭവമായി മാറണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഈ പ്രിയ മക്കൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്ത് അവർ പരസ്പരം പങ്കിടുന്നു. ഏത് ജീവിത സാഹചര്യങ്ങളിലും അവർ ഒരുമിച്ച് എല്ലാം മധുരതരമായ ജീവിതാനുഭവത്തോടുകൂടി സ്വീകരിക്കും എന്ന പരസ്പര സമ്മതമാണ്. നമുക്ക് പ്രിയ മക്കളെ ഈ വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കിടുന്നതിന് വേണ്ടി സന്തോഷപൂർവ്വം ക്ഷണിക്കാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് രണ്ട് കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ട വധുവരന്മാർക്കും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളുടെ പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന വളരെയധികം ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും കുടുംബത്തിൻ്റെ പേരിൽ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും പ്രത്യേകമായ പ്രാർത്ഥന അവരെ അറിയിക്കുകയും ചെയ്യുന്നു.
get wings to fly. Oh, I'm alive. Yeah. When you call on me, when I hear you breathe, I get wings to fly. I feel that I'm alive. When you look at me, I can touch the sky. I know that I'm alive. When you bless the day, I just drift away. All my worries die. I'm glad that I'm alive. You've set my heart on fire, filled me with love, made me a woman on clouds above. Couldn't get much higher. My spirit takes flight, 'cause I am alive. When you call on me, when I hear you breathe, I get wings to fly. I feel that I'm alive. I am alive. When you reach for me, grace and spirits rise. God knows that I'll be the one standing by through good and through trying times. And it's only begun. I can't wait for the rest of my life. When you call on me, when you call on me, when you reach for me, I get wings to fly. I feel that when you bless the day, you bless the day. I just drift away. All my worries die. I know that I'm alive. Yeah. I get wings to fly. God knows that I'm alive. An empty street, an empty house, a hole inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And oh my love, I'm holding on forever, reaching for a love that seems so far. So I say a little prayer and hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. I try to read, I go to work, I'm laughing with my friends, but I can't stop to keep myself from thinking, oh no. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah.
reaching for the love that seems so far. So I say, my dreams will take me there, where the skies are blue. See you once again, my love. Overseas and coast to coast, to find a place I love the most, where the fields are green. See you once again, my love. Say a little prayer, my sweet dreams will take me there, where the skies are blue. See you once again. Overseas and coast to coast, to find a place I love the most, where the fields are green. See you once again, my love. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ജില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഡോലുണ്ട്,
साजना एक तुझको ही बस देख कर बोले मुझको ही मेरी नजर तुझको शायद नहीं है खबर तुझको जीते हैं हम किस कदर जुड़े जो तेरे ख्वाब से तो टूटे हम नींद से ये कैसा तेरा इश्क है साजना तू हाथों में तो है मेरे है क्यों नहीं लकीरों में ये कैसा तेरा इश्क है साजना तेरे बिना कभी रातें न हो मेरी तेरे करीब हो मेरे ये दिन सभी तेरे बिना कभी रातें न हो मेरी तेरे करीब हो मेरे ये दिन सभी जुड़े जो तेरे ख्वाब से तो टूटे हम नींद से ये कैसा तेरा इश्क है साजना तू हाथों में तो है मेरे है क्यों नहीं लकीरों में ये कैसा तेरा इश्क है साजना तू साथ है अगर तन्हा क्यों है सफर इतना बता मुझे क्यों है मुझसे बेखबर तो साथ है अगर तन्हा क्यों है सफर इतना बता मुझे क्यों है मुझसे बेखबर जुड़े जो तेरे ख्वाब से तो टूटे हम नींद से ये कैसा तेरा इश्क है साजना तू हाथों में तो है मेरे है क्यों नहीं लकीरों में ये कैसा तेरा इश्क है साजना you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky full of stars. 'Cause
you light up the park. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I saw you. Cause you're a sky full of stars. I wanna die in your arms. Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I see you. I think I see പുന്നാര തത്തമ്മേ അങ്ങേതോ മണിമാല മേലെ പുതിയ കതിരു തെളിഞ്ഞു ഇന്നുള്ളിൽ പടരുകയാണ് മഞ്ചാടിച്ചേലുള്ള ഈ ധനക്ക് ധിമി താനെയാടുമൊരു മാല ഞാനും ഇതിലൊന്നായി ചേരും നാളല്ലേ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും പോരാമോ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും കൂടാമോ
മേ ഇന്നാടാ പടയടി വേണം പുതിയ ലഹരിനുണയാ ഇന്നുള്ളിൽ വളരുകയാണ് പഞ്ചാടിച്ചെലുള്ള ഈ ധനക്ക് ധിമി തലയാടുമൊരു മന ഞാനും ഇതിലൊന്നായി ചേർന്നാളല്ലേ ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്നും ചൊല്ലാതെ നീയും പോരാമോ ആരും കാണാ മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ 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 ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം ജന്മസാഫല്യത്തിൻ അനുഭവമേകുന്ന സ്വർഗീയ ഗേഹം കുടുംബം ജന്മസാഫല്യത്തിൻ അനുഭവമേകുന്ന സ്വർഗീയ ഗേഹം കുടുംബം ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം ദൈവത്തിൽ ഒന്നായ വ്യക്തികൾ ജീവിതം പങ്കിടും വേദി കുടുംബം ദൈവത്തിൽ ഒന്നായ വ്യക്തികൾ ജീവിതം പങ്കിടും വേദി കുടുംബം സർവാധിശായിയ ഈശ്വരൻ വാഴുന്ന ശ്രീകോവിലല്ലോ കുടുംബം ശ്രീകോവിലല്ലോ കുടുംബം ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം
ത്യാഗവും അധ്വാന ക്ലേശങ്ങളും അർത്ഥം കണ്ടിടും വേദി കുടുംബം. ത്യാഗവും അധ്വാന ക്ലേശങ്ങളും അർത്ഥം കണ്ടിടും വേദി കുടുംബം. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ